ഇനി നമ്മുടെ ശരീരത്തിലെ ബന്ധനങ്ങൾ, നമ്മുടെ മേൽ ഓടിക്കൂടി വന്ന ചില വീറ്റ് പോയിൻ്റുകൾ കർത്താവ് ഇന്ന് പകൽക്കാലം പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു, ഒരു കഴുകൻ പറക്കുവാൻ പറ്റാതെയാകിയപ്പോൾ ആ കഴുകനെ മറ്റു പല കഴുകന്മാരോ വന്ന് കൊത്തി അതിൻ്റെ മാംസത്തെ അടത്തെടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കാരണം എന്തെന്നറിയാമോ? ആ കഴുകൻ്റെ മേലോ തൂവലുകളില്ലായിരുന്നു. എങ്ങനെയാണ് ഈ തൂവൽ പോകുവാൻ കാരണമായതറിയാമോ? ഈ കഴുകൻ്റെ മാംസത്തിൽ ഒത്തിരി കൊഴുപ്പുകൾ വന്നുകൂടി. ഒത്തിരി കൊഴുപ്പുകൾ ഈ കഴുകൻ്റെ മാംസത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊഴുപ്പ് കയറി വന്ന സമയത്ത് ഈ കഴുകൻ്റെ തൂവലെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പോൾ അനേക കഴുകന്മാർ, പക്ഷികളൊക്കെ ഇതിനെ ഇട്ട് ഇങ്ങനെ കൊത്തി പിടിക്കുന്ന കണ്ടപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. ഏറ്റവും ഒരു ഉയർന്ന പാറയുടെ പുറത്ത് ചെന്ന് അല്ലല്ലേ ഒന്ന് മലർന്ന് കിടക്കാം. ഉയർന്ന പാറയുടെ പുറത്തോട്ട് ചെന്നിട്ട് ഇത് മലർന്നൊന്ന് കിടന്ന് അല്ലേലുയ ആമേൻ സ്തോത്രം. സൂര്യൻ്റെ ചൂട് മാംസത്തിലടിക്കുമ്പോൾ പാറയിൽ നിന്നുള്ള ചൂടും ഇത് രണ്ട് ചൂടും കൂടി ഈ കഴുകൻ്റെ മേൽ കയറിയിട്ട് ഈ കൊളസ്ട്രോളിനെ, ഈ കൊഴുപ്പിനെ ഉരുക്കി താഴോട്ടിറക്കി കൊടുത്തു. ഉരുക്കി മാറ്റിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? പുതിയ തൂവലുകൾ കിളുക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ആരും മൗനമായിരിക്കരുത്. ഇനി എൻ്റെ കറച്ചീപ്പ് തലയിൽ ചിലപ്പോൾ വീഴുമെന്ന്. അല്ലെങ്കിൽ ആരും മൗനമായിരിക്കരുത്. അല്ലെങ്കിൽ പുതിയ തൂവലുകൾ തിളുത്തു വരുവാൻ തുടങ്ങി. പുതിയ തൂവലുകൾ പിടിച്ചു തുടങ്ങുവേ. ഹല്ലേലൂയ. പുതിയ തൂവലുകൾ തിടുത്തു തുടങ്ങിയപ്പോൾ കുഞ്ഞു കഴുകനെ പോലെ പറക്കാൻ തുടങ്ങി. ഇന്ന് പൽക്കാലം വന്ന് കയറിയതിനെ ഇറക്കണമെങ്കിൽ ആത്മാവിന്റെ തീ നിന്റെ മേൽ ഇറങ്ങട്ടെ. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിന്റെ ദീപം തെളിയട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വ്യക്തികൾ പുറത്തു വരാൻ, കുടുംബങ്ങൾ പുറത്തു വരാൻ, പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറാൻ, ജനം സ്വാതന്ത്ര്യമാകാൻ, ആത്മാക്കൾ വിടിവിക്കപ്പെടാൻ എത്ര പേര് ഇന്ന് പകൽക്കാലം തയ്യാറുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ തേജോമനായ ദൈവത്തിന്റെ ദേശത്തു Salho Romo Sima Rabal Kama Mana Rabana Hatagam Vaidavana Rival Kamana Gadage Ribana Gadaga Rival Pavadi Vana Vaidagana Rabana Gadaga Siana Gadagal Kararia Anni Aradhanagal Potata ശക്തിയോടെ ആത്മജീവൻ പ്രാപിച്ചവര് ഈ സഹോദരനെ ആത്മാവിന്റെ ജീവൻ ഇറങ്ങുന്നുണ്ട്. ആർക്കെങ്കിലും എഴുന്നേറ്റ് ആരാധിക്കണമെന്ന് തോന്നിയാൽ എഴുന്നേറ്റ് ആരാധിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. മിണ്ടാതിരുന്ന് ആരാധിക്കരുത്. ശക്തിയോടെ Ribal Kamana Gadagan, Vaidama, Rabane, Ribana Gadaga, Siana Gadagal Kamana, Vaidamana Gadaga, Ribana Gadagam, Nudabal Pravidimana Gadaga, Ribana Gadaga, Vaidamana Gadaga, Siana Gadagal Kanari, Atagan Managam, Ribanam Gadagam, Ribal Kamanam, Vaidam, Mana, Dunagadaga, Ribana, Ribal Kamana Gadaga, Mana, Vaida, Vedi, Aragamana Gatul Hamana, Vaida, Mana, Gastu Veda, Vaida, Aradikana, Deva, Jonathan, Parsutama, Vidati, Aragate. ദൈവത്തോട് നീ പറഞ്ഞില്ലേ? ദൈവത്തോട് നീ എടുത്ത തീരുമാനമുണ്ടല്ലോ. ഒന്നുകൂടി പുതുകി വരത്തക്ക നിലവാരത്തിൽ ഇന്ന് പൽക്കാലം ആത്മാവിലെ പ്രസന്നാകാം. നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖത്തിൽ അത് കേൾക്കുവാനിടയായതോ സ്നേഹവും. ഹല്ലേലൂയ. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമുക്ക് അടുത്ത വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നീഞ്ഞിട്ടു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകനാണ്. 22 വയസ്സല്ലേ? 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ പിതാവ് പോലീസുകാരനാണ്. അതുകൊണ്ട് അവൻ പറയുന്നു എപ്പോഴും മാതാവിനോട്, എനിക്ക് പോലീസ് വേണ്ട, എനിക്ക് പോലീസുകാരനാകണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഫ്രീ ആയി നിന്ന് ആരാധിച്ചോണം. നിൻ്റെ ശരീരത്തിൽ നിന്ന് ചില കെട്ടുകൾ കർത്താവ് ഇപ്പോൾ തന്നെ പൊട്ടിച്ച് ഫ്രീ ആകണം. ബലം പിടിക്കരുത്. യെസ്. കണ്ണുകൾ അടച്ചോ. ഫയർ. ബലം പിടിക്കരുത്.
ബലം പിടിക്കരുത്. നിന്റെ ശരീരത്തിൽ നിന്റെ കാലിന് ബലം കൊടുക്കരുത്, എങ്കിൽ ബന്ധനം നിന്നെ പിടിച്ചിരിക്കും. ഓ, വീഴുമെന്നു പറഞ്ഞെന്ന് ബലം പിടിക്കണ്ട. ഫ്രീ ആയിക്കോ. പിശാചി അവൻ്റെ ശരീരം വിട്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കൈവശക്കെട്ടുകൾ ബലം പിടിക്കരുത്. നീ ഫ്രീ ആക്. ഞാൻ നിന്നെ സിമ്പിളാ തൊട്ടിട്ടേ ഉള്ളൂ. യെസ്, ഞാൻ മറ്റു ചിലർ തള്ളുന്നത് പോലെ തള്ളി വീഴ്ത്താൻ ആഗ്രഹിക്കത്തില്ല. എനിക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ചലിക്കാത്തതൊക്കെ ചലിക്കും, അനങ്ങാത്തതൊക്കെ അനങ്ങും, സംസാരിക്കാത്തത് സംസാരിക്കും. ഓ, കുരുടനെ കേൾവി കൊടുത്ത ദൈവം, ഉടബല കാഴ്ച കൊടുത്ത ദൈവം, ചികടനെ ഹല്ലേലൂയ, ഉടബല ഘടകം കുരുടന് കാഴ്ച കൊടുക്കുവാൻ ശക്തനായ ദൈവമാണെങ്കിൽ ആ ദൈവം അവന്റെ ബന്ധനം അഴിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഡിഗ്രി പഠിച്ചിരുന്ന് ഹല്ലേലൂയ അടുത്തൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ യൗവനക്കാരന്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വെളിപ്പെടും. ഫ്രീ ആയിക്കോ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ഉള്ളിനകത്തുനിന്ന് 3 കൈവശങ്ങളെ കർത്താവ് പൊട്ടിക്കുകയാണ്. 3 കൈവശം യവനെ ഉറക്കം കെടുത്ത് യവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മരണ പിശാചിനോട് കൽപ്പിക്കുന്നു, യവന്റെ ശരീരം വിട്. ബലം പിടിക്കാതെ സ്തോത്രം. ഓ യെസ്, ഇതൊന്നും പോരാ. ഈ സാന്നിധ്യം പോരാ. ഫ്രീ ആയിക്കോ. യെസ്. യവന്റെ കണ്ണുകൾ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് ഇപ്പോ. യെസ്, യവന്റെ ഷർട്ട് വരെ നനയത്തക്ക നിലവാരത്തിൽ യവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര്. യവൻ ആലയത്തിൽ നിന്ന് പകൽക്കാലം പ്രാരംഭമായി കടന്നു വന്നവനാണ്. പ്രാരംഭമായിട്ട് ഈ ആലയത്തിൽ കാലുകുത്തി യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ യവനെ ബലപ്പെടുത്തുന്നു. ഓ യെസ്, വീഴുമെന്ന് പറഞ്ഞ് നീ ബലം പിടിക്കരുത്. നിന്റെ കണ്ണുനീരിന്റെ ഹല്ലേലൂയ വില ദൈവം നൽകാൻ പോകുക. യവനെ ഒരു ഭ്രാന്തനാക്കി വെച്ച ബന്ധനം ദൈവാത്മാവ് എടുത്തു മാറ്റുന്നു. ആരാധിച്ചോ. ഫ്രീ ആയി ആരാധിക്ക്. ഞാൻ ഇന്ന് വിടുതലും കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇവന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് കുടുംബം. എന്നാൽ ഈ പിള്ളേർ നാമധേയ ക്രിസ്ത്യാനിയായി ആരാധിക്കുമ്പോൾ ഇവന്റെ പിതാവിന്റെ ചുവട്ടിൽ ഹല്ലേലൂയ കൊടും മന്ത്രവാദിയായി ഹല്ലേലൂയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറി. എന്നാൽ ഈ തലമുറകൾക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു സത്യ ദൈവമാണ്, അവൻ ശാശ്വത രാജാവാണ്. അവർ ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവർ വിശ്വസിച്ചു, ജീവനുള്ള ദൈവവും സത്യ ദൈവവും ശാശ്വത രാജാവുമെന്ന് പഠിപ്പിച്ച ദൈവത്തെ അവർ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ ബന്ധനം ഇന്ന് കർത്താവ് അഴിക്കുകയാണ്. ഫ്രീ ആയിക്കോ. ഹല്ലേലൂയ. നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവൻ ഹല്ലേലൂയ ഉള്ളിന്റെ ഉൾത്തടത്തിൽ നിന്ന് ചില കെട്ടുകൾ പൊട്ടുകയാണ്. പൊട്ടുന്നു. അവൻ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയാണ്. ഞാൻ പറയത്തില്ല, അവന്റെ അധരം കൊണ്ട് അവൻ പറയട്ടെ. അവന്റെ ഉള്ളിനകത്ത് കിടക്കുന്ന കൈവശങ്ങൾ അവനെ നെഞ്ചുവേദന കൊണ്ടുവന്ന്, ശ്വാസം മുട്ടൽ കൊണ്ടുവന്ന്, നെഞ്ചരിപ്പ് കൊണ്ടുവന്ന് യവനെ ശത്രു വലിച്ച് ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോ ഇന്ന് പകരം അത് പൊട്ടുകയോ അഴിമാറിയോ. ദുരാത്മാവെ പൈതല വിട്ടോ. ഉറക്കമില്ല, രാത്രിയിൽ ഉറക്കമില്ല. യവന് ഉറങ്ങാൻ കഴിയാതെ വലിച്ചുകൊണ്ട് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുന്നു. ഫ്രീ ആയിരുന്നു ആരാധിച്ചോ. യെസ്. വേദപുസ്തകത്തിലേക്ക് കടന്നു വരുവാൻ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വേഗത്തിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായ വാക്ക് മുതൽ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം അപ്പനാകുന്ന തേരക്കനോടുകൂടെ, ഹല്ലേലൂയ, തേരക്കിന്റെ മകനാണ് അബ്രഹാം.
അപ്പൻ്റെ ജോലി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ള ജോലിയാണ്. ആ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകനാണ് അബ്രഹാം. തേരക്കിൻ്റെ മകനാണ്. അങ്ങനെ അപ്പനോടുകൂടി ഇവൻ ഈ തൊഴിലുകളിലൊക്കെ ഇടപഴകി അത് തന്നെ പഠിച്ചു. അങ്ങനെ വളർന്ന് 75 വയസ്സ് വരെ അപ്പനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പനോടുകൂടെ ഈ മാർക്കം തന്നെ തിരഞ്ഞെടുക്കുവാൻ ഇവൻ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവനെ നോക്കിയാൽ ഹല്ലേലൂയ തലമുറകളില്ല. കേവലം ഹല്ലേലൂയ ആമേ ശരീരം നിർജീവമാകാൻ തുടങ്ങി. ആയുസിന്റെ അങ്ങോട്ട് ഹല്ലേലൂയ ആമേ നീളം കുറഞ്ഞു തുടങ്ങി. പറയുവാൻ ഹല്ലേലൂയ ഒന്നുമില്ല. ഇല്ലാതിരിക്കുന്ന സമയം ദൈവമായ കർത്താവ് കണ്ട് അബ്രഹാമിനെ വിളിച്ചിറക്കുവാനിടയായി. എന്തിനാണ് വിളിച്ചെന്നറിയാമോ? വെറുതെ കൊണ്ടുവന്ന് തെരുനായെ പോലെ ഒരു കണ്ടത്തിൽ കെട്ടിയിടുവാനല്ല. ഹല്ലേലൂയ ഒരു കാളയ്ക്ക് പകരം കലപ്പ തോളിൽ വെച്ച് കണ്ടം ഒഴുകുവാൻ വേണ്ടി അല്ല വിളിച്ചത് ജാതികളെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. ജാതികൾക്ക് ഒരു രക്ഷകനായിട്ട് അവനെ ദൈവം തെരഞ്ഞെടുത്തു. എല്ലാ അധരങ്ങളും ജ്വലിച്ചു തുടങ്ങട്ടെ, എല്ലാ വായ്കളും തുറന്നു തുടങ്ങട്ടെ. ആത്മാവിന്റെ ഫലം ഇന്ന് പ്രാരംഭ സെക്ഷനിൽ ദൈവത്തിന്റെ ദാസിയുടെ ശക്തമായ ഒരു കൊളുത്തി വിട്ടു സഭയ്ക്കകത്ത് അതിന്റെ അടയാളത്തിന്റെ മറവിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. നീ നിന്റെ വീട്ടിനകത്ത് വിശ്രമിക്കുമ്പോൾ, പരാജയം എന്തെന്ന് നിനക്കറിയാൻ കഴിയാതിരിക്കുമ്പോ, നിന്റെ വീക്ക് പോയിന്റ് നിനക്കറിയാൻ കഴിയാതിരിക്കുമ്പോ, നിന്റെ ന്യൂനപക്ഷം നിനക്കറിയാൻ കഴിയാതിരിക്കുമ്പോ, സിംഹാസനത്തൊരുവൻ അറിയാ എന്താണ് നിന്റെ കുറവ് കണ്ട കർത്താവിനൊരു കാര്യം മനസ്സിലായി. ഇനി ഇങ്ങനെ ഇവനെ അങ്ങോട്ട് വിട്ടാൽ പറ്റുകയില്ല. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. പുറത്തേക്ക് കൊണ്ടുവരുവാൻ കാരണങ്ങൾ വാഗ്ദത്തങ്ങളാൽ ദൈവം അരുളപ്പാടിൽ നിറച്ചു. വാഗ്ദത്തത്തിന്റെ ഒരു പരമ്പര അബ്രഹാമിന് ദൈവം കൊടുത്ത് ഹല്ലേലൂയ അബ്രഹാമിനെ വിളിച്ചു പുറത്തു കൊണ്ടുവരുവാനിടയായി. ഇന്ന് പൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിനു വേണ്ടി അകത്തു നിന്ന് പുറത്തു വന്നവരാണെങ്കിൽ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ചിലതിനെ പിടിക്കണം. ആത്മാവ് നിങ്ങളോട് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുക. എല്ലാ വായ്കളും തുറന്ന് ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, ആത്മനിറവോടെ ആരാധിച്ചോ, ദൈവകൃപയോടെ ആരാധിച്ചോ. പരിശുദ്ധാത്മാവ് ഇതിനകത്തൊരു നദി പോലെ ഒഴുകുകയാണ്. ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിൽ ജനം ആരാധിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസ്യങ്ങളെ ചില രോഗങ്ങളോട് കൽപ്പിച്ചു വിട്ടുമാറാൻ, ചില രോഗങ്ങളെ ആത്മാവിൽ ഞാൻ റെസൈൻ ചെയ്യുന്നു, ചില രോഗങ്ങളെ കർത്താവ് പൊട്ടിച്ചു മാറ്റുന്നു. ദൈവ ജന സ്വാതന്ത്ര്യമാകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി നീ വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടരുത്. ഇനി വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവന്റെ വീട്ടിൽ കിടക്കരുത്. ഇതെന്റെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, അവൻ നിന്നെ തെരഞ്ഞെടുത്തതല്ലേ. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് ഉറക്കെ അധരങ്ങളെ ചലിച്ച് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് അടങ്ങി ഇരിക്കാതെ വണ്ണം ഉറക്കെ ആരാധിക്കുന്ന ദൈവ മക്കളെ ഓർത്ത് ഞാൻ ആത്മാവിൽ നിങ്ങളെ വന്ദന ചെയ്യുന്നു. നിങ്ങളുടെ അകത്തൊരു ജീവൻ ഉണ്ടാകട്ടെ, അത് പരിശുദ്ധാത്മാവിന്റെ ജീവനാകട്ടെ. നല്ലൊരാമയം പറ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ആരംഭിക്കപ്പെടുന്നത് അബ്രഹാമിനെ കുറിച്ച് തന്നെ ആരംഭിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ 1-ാം പുസ്തകത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. ഇരുൾ ആഴത്തിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ ഇരുളിനെ പുറത്തേക്ക് ഗമിക്കുവാൻ കഴിയാതെ, ചലനം ഉണ്ടാക്കാൻ കഴിയാതെ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവിനെ പരിവർത്തിച്ച എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് ചില കുടുംബങ്ങളിൽ ചലിക്കും. നല്ലൊരാമയം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ചില തലമേൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു. ഫൈറ്റിക്കോ. ശത്രുവിനെ വെട്ടി കീഴായിട്ട് ശത്രുവിനെ കാൽവരിയിൽ അടിറ്റാക്കിയ ദൈവം, ശത്രുവിനെ കാൽവരിയിൽ തകർത്ത ദൈവം എന്റെ ദൈവം എന്നറിയുന്ന തന്റെ ജനം കരമടിച്ച് ആരാധിച്ചു തുടങ്ങിക്കോ.
ഓ ഓ പോരാ 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 പോരാ. ഇതിനകത്തൊരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ഇതിനകത്തൊരു ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ കുളം കലക്കുന്നുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. ഗ്ലോറി 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 ഗ്ലോറി. പുതുഭാഷകളിൽ ചിലർ ആരാധിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഓ, പുതുഭാഷകളിൽ ആത്മാക്കൾ ആരാധിക്കുന്ന ഞാൻ കാണുകയാണ്. ഇതുവരെ അന്യഭാഷ ലഭിക്കാത്ത ചിലർക്ക് അന്യഭാഷയുടെ അടയാളത്തോടുകൂടി ആത്മാവിൽ ഇന്ന് പൽക്കാലം ആരാധിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. യെസ് 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 യെസ്. ഓ, ദുരാത്മാവിനെ വെട്ടുന്ന വെളിച്ചപ്പാടന്മാരെ ആരാധന തകർക്കുന്ന, അന്യാരാധന തകർക്കുന്ന, ശത്രുവിന്റെ കൂട്ടത്തെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ചില കുടുംബങ്ങളുടെ അകത്ത്, ചില വ്യക്തികളുടെ അകത്ത്. ഓ, പോരാ 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 പോരാ. കാത്തോട്ടെ 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 കാത്തോട്ടെ. ആത്മാവിന്റെ പന്ത്, ആത്മാവിന്റെ പന്ത്, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ അഭിഷേകം ചില കുടുംബങ്ങൾക്കകത്ത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് ദൈവത്തിന് നന്ദി പറയും? എത്ര പേര് എൻ്റെ ദൈവത്തെ ആരാധിക്കും? എത്ര പേര് കർത്താവിനെ മഹത്വപ്പെടുത്തും? എന്താണ് മഹത്വം? എന്താണ് മഹത്വം? സ്തുതിയും ആരാധനയും എൻ്റെ കർത്താവിനുള്ളതാണ്. ശക്തിയും ബലവും എൻ്റെ ദൈവത്തിനുള്ളതാണ്. ആ ബലം കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. വരുന്ന 4 ദിവസങ്ങൾക്കകത്ത് ഉടവൻ ഹടകമാന ഘടകസിയ അതിർവരം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മഹാസർപ്പത്തെ ദാസി തകർക്കുമെന്ന് രാത്രിയിൽ ദൈവാത്മാവിൻ്റെ നടുവിൽ ഇറങ്ങി ഇടപെടാനിടയായി. ഒരു മഹാസർപ്പം, ഒരു മഹാസർപ്പം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടവൽ കബനഘടകസിയ അതൊരു മതിൽ കെട്ടിയതുപോലെ, പച്ച മണ്ണ് ഹല്ലേലൂയ ചകട്ടി മതിൽ കെട്ടി വെച്ചതുപോലെ, അതൊരു റോള് പോലെ ഇങ്ങനെ ഒരു ഹല്ലേലൂയ ആമേ തടയായി കിടക്കുന്ന ഒരു മഹാസർപ്പത്തെ ദൈവാത്മാവ് തകർത്തെടുക്കുവാൻ, ഓ, ആ പൗലോസിൽ വെളിപ്പെട്ട അഭിഷേകം ആ പൗലോസിൽ കൂടി ചെയ്തതുപോലെ, ആ പൗലോസിൽ കൂടി ചെയ്തതുപോലെ ഒരു ദ്വീപിന്റെ ദേവനെ തകർക്കാൻ, ഒരു പട്ടണത്തിലെ ദേവനെ തകർക്കാൻ, ഓ, ഒരു സ്റ്റേറ്റിലെ ദേവനെ തകർക്കാൻ ഒരു പൗലോസ് ഭയത്തിയതുപോലെ ദൈവത്തിന്റെ അധികാരത്തോടെ ദൈവം നിന്നെ തെക്കേ നാട്ടിലെ പ്രവാസികളെ മടക്കി വരുത്തുവാൻ, അതിന് തടയായിരിക്കുന്ന ചില അണലികളെ തകർക്കാൻ, ചില ദേവന്മാരെ തകർക്കാൻ, ചില പിശാചിനെ തകർക്കാൻ അധികാരമുള്ള കാര്യമാക്കി മാറ്റട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് ഇന്ന് പൽക്കാലം ദൈവത്തെ മഹിമപ്പെടുത്തോ? ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ. ആത്മനിറവോടെ, ആത്മനിറവോടെ വായിക്കാം. താഴോട്ട് വായിക്കാം, വായിച്ചോ. ഹല്ലേലൂയ. വീട് വിട്ടിറങ്ങി നീ പുറത്ത് വന്നാൽ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇന്നാകുന്നിടത്ത്, ഇന്നിരിക്കുന്നിടത്ത് നിന്നെ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ ജാതി ആക്കത്തില്ല. ഒരു വലിയ വ്യാധിയായി നീ വരത്തില്ല. ഒരു വലിയ ജാതിയായി മാറണമെങ്കിൽ വിളി കേട്ടിറങ്ങണം. ഇറങ്ങുന്ന നിനക്ക് ഒരു വലിയ വാഗ്ദത്തം, ഒരു വലിയ തുടർമാനമുള്ള അനുഗ്രഹം ദൈവം വിളി കേട്ടിറങ്ങുന്നവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ ആമേൻ. എപ്പോഴാണ് പേര് വലുതാകുന്നറിയാമോ? അനുഗ്രഹം നിന്റെ മേൽ വരുമ്പോൾ. സാമ്പത്തികമായ അനുഗ്രഹമല്ല, ആത്മീയമായ ഒരു അനുഗ്രഹം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ പേർ വലുതാകും. അവിടെ നിന്ന് നിന്നെ സാമ്പത്തികമായ മേഖലകളിൽ ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഉന്നതമായ നിലവാരത്തിൽ മാനിക്കും. അപ്പോൾ നിന്റെ പേർ വലുതാകും. പേർ വലുതാകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറാകണം. ദൈവശബ്ദത്തിന് വിലയുണ്ട്. ഇന്ന് ഭൂമിയിൽ ഹല്ലേലൂയ ദൈവശബ്ദം എന്തെന്നറിഞ്ഞുകൂടാ. ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. എന്തെങ്കിലും പറഞ്ഞു നടക്കുന്ന
ഒത്തിരി വേഷധാരികളുടെ നടുവിൽ, കപടഭക്തിക്കാരുടെ നടുവിൽ, ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ ഞാനും നിങ്ങൾ കടക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവഭക്തന്മാരായി നിൽക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാരായി നിൽക്കുന്ന ഞങ്ങൾ പറയും ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ ആവശ്യമുള്ള സമയം ദൈവത്തിന് മനസ്സിലായപ്പോ ദൈവം നിന്നെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതല്ലേ. അപ്പൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് നിന്റെ മേൽ മനസ്സലിഞ്ഞപ്പോ, ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് താല്പര്യം വന്നപ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നതല്ലേ. നല്ലൊരാമയം പറ, നല്ലൊരാമയം പറ. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഈ പൽക്കാല ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പാരമ്പര്യമായ ഒരു ഭയങ്കരമായ ഒരു ഹിന്ദു മന്ത്രവാദി, ആ പുള്ളിയുടെ പേര് നാരായണൻ എന്നാണ്. നാരായണൻ. കണ്ണൂരെന്നോ എന്നെ ഞാൻ വിളിക്കാറുണ്ടാവും. അവർ ഭയങ്കര ഫാമിലി, അവരുടെ കുടുംബത്തിൽ ഒത്തിരി ക്ഷേത്രങ്ങളും ഞാൻ ഹിന്ദു ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. തൻ്റെ പിതാവ് കാലം മുതലേ അവർ ഞാൻ 3ാമത്തെ 4ാമത്തെ തലമുറയാണിപ്പോൾ. അങ്ങനെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരൻ എന്നെ ഞാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഹല്ലേലൂയ, ഞാൻ ചോദിച്ചു ഹല്ലേലൂയ നിങ്ങളിപ്പോൾ എന്താ ജോലി? സ്തോത്രം. ഞാനൊരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. എനിക്ക് ബന്ധനത്താൽ പിടിക്കപ്പെട്ടു. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. ഒരാൾ ഓടി വന്ന് എന്നെ കരം കൊണ്ട് അടിക്കും. 21 അടി അടിക്കും ഒറ്റ ട്രിപ്പിൽ. എന്നിട്ട് നഖം കയറ്റി എന്നെ ഞാൻ മാന്തും. ഞാൻ അറിയണം, ഞാൻ യേശുവിനെ ആരാധിക്കാൻ പുറങ്ങിയ കാലം മുതൽ എന്നെ ഒത്തിരി ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ അവരുടെ കൂട്ടായ്മയിൽ ലീഡി അല്ലെങ്കിൽ സാമയൻ അവരോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അന്നും പറഞ്ഞത് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വിളിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണമെന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, സ്തോത്രം. അങ്ങനെ തീരുമാനമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇത് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഈ സിസ്റ്ററിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുകൊണ്ട് വരുമ്പോൾ ആ സഹോദരൻ വിളിച്ചിട്ട് പറയുന്നു, പാസ്റ്ററെ എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റം വന്ന് സംഭവിച്ചു. എൻ്റെ പിതാവ് എൻ്റെ മുമ്പിൽ പിടച്ച് ചെവരിൽ തലയടിച്ചാണ് മരിച്ചത്. എൻ്റെ 2 സഹോദരങ്ങൾ, ഞങ്ങൾ 6 സഹോദരങ്ങളാണ്, എൻ്റെ 2 സഹോദരങ്ങൾ പിടച്ചാണ് മരിച്ചത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആമേൻ. ഇന്ന് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്ന് ഹല്ലേലൂയ ഞാൻ ഈ പ്രാർത്ഥനാലയത്തിൽ കടന്നു വരും. ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാകണമെങ്കിൽ നിന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവരണം. അത് പറയാനാ ഞാനിത് പള്ളിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, 1000 പള്ളു വിളിച്ചാലും തെറി വിളിച്ചാലും ശരി, ദൈവം ആരെ ശാപമൊന്നും ഇടൂല. ദൈവം ആരെങ്കിലും ശാപം ഇടുവോ? ദൈവം ആരെയും ശാപമൊന്നും ഇടൂല എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും പോലെ പോകാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖേം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏദോമും വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന്
കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കേട്ടിറങ്ങി വന്നപ്പോ കണ്ടോ, നിന്റെ സന്തതിക്ക് ഈ ദേശം തരുമെന്ന്. ശത്രു പിടിച്ചു വച്ചക്കുന്ന ചില ദേശം ഇതിനകത്ത് ദൈവം ചിലർക്ക് തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഫെലിസ്ത്യന്മാർ പിടിച്ചു വച്ചത്, ശത്രു പിടിച്ചു വച്ചത്, പിശാച് പിടിച്ചു വച്ചത്, നിന്റെ വിരോധി പിടിച്ചു വച്ചത്, നിന്റെ നന്മ പിടിച്ചു വച്ച ചിലത് ദൈവം നിനക്ക് തരാൻ പോകുന്നു. നിന്റെ തലമുറകൾക്ക് തരാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് തരാൻ പോകുന്നു. ഇതിനകത്ത് ചിലർക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ചിലർ ആത്മാവിൽ സ്വാഗതം ചെയ്തു. പോരാ 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 പോരാ. ദൈവമക്കൾ ശക്തിയോടെ 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 ആരാധിച്ചോ. അനുഗ്രഹിക്കപ്പെട്ടൊരു വേദ സന്ദേശം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും കയറം കെട്ടി വായ്പൂട്ടി ഇരിക്കരുത്. അറക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ രക്തം നിന്റെ മേൽ വീണത് കൊണ്ട് ഇന്ന് പൽക്കാലം ഒരു ബന്ധക്കോസ് വിശ്വാസിയായി നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള പെർമിഷൻ ലഭിച്ചിരിക്കുക. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റിബന ഘടകം വൈഡം മനകം നടകം മനകം റിബൽ കവന ഘടകമന വൈഡമാന ഘടകം ദിബനം ഘടകം. ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്, ആത്മനിറവോടെ ആരാധിച്ചാട്ട്, ദൈവകൃപയിൽ ആരാധിച്ചാട്ട്. ഈ ഫൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെയൊക്കെ സന്ദർശിക്കുന്നുണ്ട്, ചിലരെയൊക്കെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ജൂൺ മാസത്തിൽ മഴ നന്നായി പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. മഴ നന്നായി പെയ്താൽ ഒരു ജലപ്രളയം അല്ല പ്രതീക്ഷിക്കുന്നത്. ഉണങ്ങിക്കിടക്കുന്ന ചില പച്ചപ്പുകൾ തളിർക്കാൻ പോവുക. യെസ്, കം ഔട്ട്. Wow! Fire, 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 fire! Amen, 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 amen. ശക്തിയോടെ 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 ആരെല്ലാം ഇന്ന് പൽക്കാലം യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യാൻ കരുത്തരായ ദൈവമക്കൾ ഉണ്ടെങ്കിൽ യെസ്, ദൈവത്തിന് മഹത്വം. ഗ്ലോറി 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 ഗ്ലോറി. വായിച്ചു വന്ന 2-ാം സങ്കീർത്തനം ലാസ്റ്റ് പോയിന്റിൽ പറയുന്നു, ഹല്ലേലൂയ ആമേൻ ആമേൻ. ഭൂമിയുടെ അറ്റങ്ങളെ നിനക്ക് കൈവശമാക്കി ദൈവം തരും. ഹല്ലേലൂയ. നിനക്ക് അവകാശമാക്കി തരാൻ ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുമ്പോൾ അനുസരിക്കുന്ന ദൈവമക്കൾ അത് പ്രാപിച്ചെടുക്കുവാൻ വകയുണ്ട്. അതിനെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ചാൻസുകളുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ അതിനാണ് നമ്മളിവിടെ വന്നത്, അതിനാണ് നമ്മളിവിടെ കൂടിയത്. യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി അംഗീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അടങ്ങിയിരിക്കത്തില്ല. യാത്ര തുടർന്നു കൊണ്ടിരിക്കും, വേല വർദ്ധിപ്പിക്കും. നന്മയുടെ ഒരു കലമുറ തന്നെ നിനക്ക് പ്രത്യക്ഷപ്പെടും, നിന്റെ കുടുംബത്തിലുണ്ടാകും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തത്തിന് വേണ്ടി എത്ര പേര് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കും? ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ആ നന്മ ഇന്ന് പൽക്കാലം നമുക്ക് ലഭിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.